നമ്മളൊരു ചെറിയ ബുക്ക് ഷെൽഫ് സ്പീക്കർ ബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സെമി വിൻറ്റേജ് മോഡൽ ബോക്സാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. സെമി വിൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടി തേക്കിൻ്റെ ഡിസൈനിലുള്ള വുഡ് ഡിസൈൻ PVC വാൾപേപ്പറും ഫ്രണ്ട് പെയിൻറ്റിങ്ങുമാണ്. പക്ഷേ നമ്മളിത് ഈ വിൻറ്റേജ് മോഡലിന് ഈ പീസ് ഫ്രണ്ടിലത്തെ പീസ് ഫ്ലഷ് ചെയ്ത് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഇറങ്ങിയായിരിക്കും ഇരിക്കുക. അത് പഴയ മോഡലിൻ്റെയാണ് അത്, സ്റ്റൈലാണത്. അപ്പോൾ അതിന് പകരം നമ്മൾ നോർമൽ ഇപ്പോൾ ചെയ്യണ പോലെ തന്നെ ഫ്രണ്ട് സ്ട്രൈറ്റ് ഊഫറും ടൂട്ടറും മാത്രം നമ്മൾ ഫ്ലഷ് മൗണ്ട് ചെയ്തേക്കാണ്. അകത്ത് പുളിഫിൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സീറ്റിൻ്റെ 6 ഇഞ്ച് 40 വാട്ട്സ് 4 ഓമിലുള്ള ഊഫറാണ് വരുന്നത്. വൈറ്റ് പേപ്പർ കോണാണ് 6.5 ഇഞ്ച്. ടൂട്ടർ നമ്മുടെ സിപ്പിൻ്റെ സിൽക്ക് ഡൗൺ ടൂട്ടറാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നാളുമ്പോൾ വാങ്ങിച്ചു വെച്ചാണ്, കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചു വെച്ചാൽ അന്ന് 650 രൂപ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 850 തൊള്ളതിൻ്റെ അടുത്തായിട്ടുണ്ട്. സീറ്റിൻ്റെ എല്ലാ സാധനം വില കൂടിയിട്ടുണ്ട്. ഇതിനേതോ 500 രൂപ റേഞ്ചും കണ്ടാൽ തോന്നുന്നു, 550. ഇപ്പോൾ റേറ്റ് കൂടിയൊന്നും അറിയില്ല. ഇത് ഓപ്പൺ ടൈപ്പാണ്, ഗ്രില്ലുള്ള വേറെ മോഡലുണ്ട്. ഇത് സീൽഡ് ബോക്സാണ്. ഒരു ബോക്സിനാണ് ഡ്രൈവേഴ്സ് ഇല്ലാണ്ട് 2400 നമുക്ക് വരും. അതിനകത്ത് നമ്മൾ പോളിഫിൽ ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സോക്കറ്റ്, ഈ സ്പീക്കറിൻ്റെ വയർ എല്ലാം ഉണ്ടാവും. പിന്നെ ഫുൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള റേറ്റ് വേറെ വരും. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവേഴ്സ് പല റേറ്റാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. ഹൈ ക്വാളിറ്റി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റ് ചെയ്യാം. ഈ സീറ്റിനോ ടൊയോട്ടോനൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് വീണ്ടും റേറ്റ് കുറയ്ക്കാം. അങ്ങനെയാണ്. ഈ സീറ്റിനേക്കാളും റേറ്റ് കുറവായിരിക്കും ടൊയോട്ടോണ്. അല്ലെങ്കിൽ വില കുറഞ്ഞതൊക്കെ കിട്ടാനുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ മിഡ് ബാസോ ഫുൾ റേഞ്ച് സ്പീക്കറോ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ടൂട്ടറിൻ്റെ അളവിൽ കട്ട് ചെയ്താൽ പിന്നെ ഈ ടൂട്ടർ തന്നെ വയ്ക്കാൻ പറ്റുള്ളൂ. 4 ഇഞ്ചിൻ്റെ സിൽക്ക് ഡോമും. വേറെ സൈസ് വേണമെങ്കിൽ വേറെ ഇതിൽ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കസ്റ്റം ചെയ്ത് സ്പീക്കർ ബോക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഡ്രൈവേഴ്സൊക്കെ ആദ്യം വാങ്ങിക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ ഊഫറിൻ്റെയും ടൂട്ടറിൻ്റെ കട്ടിങ്ങും പല രീതിയിൽ വ്യത്യാസം. ഈ ടൈപ്പ് ഈ സൈഡിൽ ഈ കണക്റ്റുള്ളതിൻ്റെയൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ആയിരിക്കും. ചില ടൈപ്പിൻ്റെ കുറച്ച് അങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ ഈ കട്ടിങ് ഇതൊക്കെ വേറെ ഇതിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് 80 വാട്ട്സാണ് ഒരു ബോക്സിൽ ലോഡ് ചെയ്യാവുന്നത്. 40 വാട്ട്സ്. അപ്പോൾ ഒരു 80 അല്ലെങ്കിൽ ഒരു 60 വാട്ട്സ് കൂട്ടിക്കാം. 120 വാട്ടിൻ്റെ സ്റ്റീരിയോ ആംപ്ലിഫയറിനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഡ്രൈവേഴ്സൊക്കെ എടുത്ത് ബോക്സിൽ ഫിറ്റ് ചെയ്യാം. ഇതൊരു ഓപ്പൺ ടൈപ്പാണ്, നെറ്റില്ല, ഗ്രില്ലില്ലാത്ത രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രിൽ ഫാസ്റ്ററിൻ്റെ ഹോളും ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു ഓൺ യൂസിന് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ, വേറെ ആർക്കും വേണ്ടല്ല, നമുക്ക് വേണ്ടി ചെയ്യണമാണ്. ടൂട്ടറിൽ നമ്മൾ വയറൊക്കെ ഫിറ്റ് ചെയ്തത് ജിൻസൻ്റെ ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റർ ടൂട്ടറിട്ടുണ്ട്. 2.2 വയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓരോ നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി അടുത്തത് വൂഫർ എടുത്ത് വയ്ക്കാം. സ്പീക്കറിൻ്റെ വയർ സോൾഡർ ചെയ്യുമ്പോൾ ഈ ടെർമിനൽ അതിൻ്റെ കോയിലോട്ട് വേണം അടിയിലെ വയറും ഇട്ട് സോൾഡർ ചെയ്യരുത്. ഇവിടെ ഇട്ട് സോൾഡർ ചെയ്യാം. ഇവിടെ ഇട്ട് സോൾഡർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അത് ഊരിപ്പോകും. അങ്ങനെയും വരാം, അതുകൊണ്ട് പറഞ്ഞാണ്. ഈ സീറ്റിൻ്റെ ടെർമിനലിൽ ആദ്യം കുറേ സ്പീക്കറൊക്കെ കാണിച്ചത് പ്ലസിൻ്റെ അവിടെ നെഗറ്റീവൊക്കെ തിരിഞ്ഞൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. പഴയ സ്റ്റോക്കിലാണോ ഇനി പുതിയ സ്റ്റോക്കിലാണോ എന്നറിയില്ല. കുറച്ച് ഐറ്റംസിൽ അങ്ങനെ പ്ലസും നെഗറ്റീവും മാറി വന്നിട്ടുണ്ടായി. ഒരു ബോക്സ് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ ട്യൂട്ടർ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളിക്കണം തോന്നിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം ഇത്തിരി ഇങ്ങനെ കറിയിക്കണം സിപ്പിൻ്റെ. അത് നമ്മൾ ഡോഗി സൗണ്ട് കഴിക്കണമെങ്കിൽ അത് കറക്റ്റ് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഒരു പഴയൊരു സ്റ്റൈൽ തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാറ്റിനം ടൈപ്പ് സ്റ്റീൽ ടൈപ്പ് ഫിനിഷിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിൻറ്റേജ് സ്റ്റൈൽ തോന്നിയാണ്. പിന്നെ നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പോൾ ഇത് സീൽഡ് ബോക്സാണ്. ഇതിൻ്റെ ബാക്ക് വരുന്നത് 9 ഇഞ്ചാണ്, ഹൈറ്റ് വരുന്നത് 13.5 ഇഞ്ച്, വീതി 10.5 ഇഞ്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 8 ഇഞ്ചിൻ്റെ ഒരു സീൽഡ് ചെയ്തായിരുന്നു. ഇതിപ്പോൾ 6 ഇഞ്ചിൻ്റെയാണ്.
അപ്പോൾ നമ്മുടെ ബോക്സ് 2 ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗ്രില്ലില്ലാത്ത ഓപ്പൺ ടൈപ്പാണ്. ഒരു വിൻറ്റേജ് മോണിറ്റർ സ്റ്റുഡിയോ ടൈപ്പ് മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്യൂട്ടൻ്റെ വൈറ്റ് കോണുള്ള 6 ഇഞ്ചിൻ്റെ വൂഫർ ഒരു രസമുണ്ട് കേട്ടോ. സൈഡിലെ റബ്ബർ ബീഡിങ് സറൗണ്ടൊക്കെ ഒരു ബ്ലൂ കളറാണ് വരുന്നത്. എന്തായാലും നമുക്കിത് പാട്ടൊക്കെ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരിക്കും ട്യൂട്ടർ വേണമെങ്കിൽ ഒരു 3 ഇഞ്ചിലോട്ട് ചെറുതാക്കാം. നമ്മളിൽ 4 ഇഞ്ചിൻ്റെ രണ്ടെണ്ണം ഇരിക്കണ്ടേ കുറേ നാളെ. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് വെച്ചതാണ്. പാട്ടൊക്കെ വെച്ച് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. നമ്മൾ ചെറിയ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൂഫർ നല്ല രീതിയിലുള്ള ബേസ് കിട്ടുന്ന വൂഫറാണ് കേട്ടോ. മറ്റേ മിഡ് ബാസ് അല്ല, അത് നോർമൽ വൂഫറാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല രസമുള്ള ബേസ് ഉണ്ട്. പക്ഷെ അത് മിഡ് ഒട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ മിഡ് കയറി വരുമ്പോൾ വളരെ മെനക്കെട്ട സൗണ്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വൂഫറുകളിലൊക്കെ ഒരു എന്തായാലും ചെറിയൊരു ഇൻഡക്ടർ അല്ലെങ്കിൽ ക്രോസ് ഓവർ കൊടുത്താൽ ഒരു സ്മൂത്ത്നെസ് ബാസ് അടിപൊളിയായിരിക്കും. പക്ഷേ നമ്മൾ ഈ സ്റ്റീരിയോന്നൊക്കെ കൊടുക്കുമ്പോൾ ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു ഇൻഡക്ടർ കൊടുത്തിട്ട് കൊടുക്കണം കേട്ടോ. മിഡ് ബാസ് ആണെങ്കിൽ കുഴപ്പമില്ല, അതറിയില്ല. സൗണ്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് ഫ്ലാറ്റാണ്. ബാസും ഡബിളും മീഡിയം കിടക്കണം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ചെറിയ രീതിയിലുള്ളൊരു പാട്ട് കേൾക്കാനുള്ള സെറ്റപ്പ് എന്നുള്ള രീതിയിലാണിത്. പിന്നെ അത് നല്ല ഹൈ ക്വാളിറ്റിയുള്ള ഡ്രൈവേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ആ മിഡ് വോയിസും അതുപോലെ നമ്മുടെ വോക്കലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഒരു മിഡ് റേഞ്ച് കൂടി വന്നു കഴിഞ്ഞാൽ. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വേറൊരു കാര്യം ഉണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ ബോക്സ് ഉണ്ടാക്കി നല്ല ഡ്രൈവറൊക്കെ വാങ്ങിച്ചു വെച്ച്, അതുപോലെ നല്ല ആംപ്ലിഫയർ ഉണ്ടാക്കി നല്ല ഫൂണ്ടോളൊക്കെ വാങ്ങിച്ചു വെച്ച്. പക്ഷേ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇതൊക്കെ കൂടി ജോയിൻ്റ് ചെയ്ത് അവസാനം ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന ടെക്നീഷ്യൻ ഉണ്ട്. അവനാണ് ഇത് ലാസ്റ്റ് ഫിനിഷിങ് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. പുള്ളിയുടെ ആ ഒരു കഴിവനുസരിച്ചിരിക്കും ഫൈനൽ ഔട്ട്പുട്ട്. എല്ലാം മാച്ചിങ് ചെയ്തെടുക്കണേ. അല്ലാതെ നമ്മൾ എത്ര നല്ല ബോക്സോ അല്ല സ്പീക്കറോ അല്ലെങ്കിൽ ആംപ്ലിഫയറോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അത് ചെയ്തെടുക്കുന്ന ആളുടെ കയ്യിലാണ് ഫൈനൽ ഔട്ട്പുട്ട് ഇരിക്കുന്നത്.